الشيطان الرجيم. بسم الله الرحمن الرحيم. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. ألا يعلم من خلق وهو اللطيف الخبير. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها. السلام عليكم ورحمة الله وبركاته. ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة
وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആകാശത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഭൂമിയിലേക്ക്. അതുപോലെ മനുഷ്യൻ്റെ ദീനുൽ ഇസ്ലാം, ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളും വ്യവസ്ഥിതികളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇതും ആകാശത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരു അഭൗതികതയുണ്ട് എപ്പോഴും. അഭൗതികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൈബിയത്ത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നതിലെ ഗൈബിയത്ത്, ഇതാണ് അഭൗതികത. മുത്തഖീങ്ങളെ വിശേഷിപ്പിച്ചെടുത്ത് അല്ലാഹു തആല ആദ്യം പറഞ്ഞത് അതാണ്, ഹുദല്ലിൽ മുത്തഖീൻ. ആരാണ് മുത്തഖി? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ, അഭൗതികതയെ അംഗീകരിക്കുന്നവർ. ഇവിടെ ഗൈബ് ആഖിറമല്ല, പരലോകമല്ല. പരലോകം പിറകെ പറയുന്നുണ്ട്, വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്നതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗൈബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോക ജീവിതം എന്നർത്ഥം വെക്കേണ്ടതില്ല. അഭൗതിക കാര്യങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധിക്കോ മനുഷ്യൻ്റെ ഗവേഷണങ്ങൾക്കോ മനുഷ്യൻ്റെ ചിന്തകൾക്കോ ഒതുങ്ങിക്കിട്ടാത്ത കാര്യങ്ങൾ. അവകളെ അംഗീകരിക്കുന്നവൻ മാത്രമേ മുത്തഖിയാവുള്ളൂ, അല്ലാത്തവരെ അല്ലാഹു തആലക്ക് ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആവശ്യമുള്ളവരുടെ വിശേഷണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാത്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിയവരെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കുറെ ആൾക്കാർ ചിന്തിക്കുകയും ഗവേഷണം ചെയ്യുകയും എന്നിട്ട് ദീനുൽ ഇസ്ലാമിൻ്റെ രാജകീയത സ്ഥാപിച്ചെടുക്കുകയും ചെയ്തെങ്കിലേ അല്ലാഹു തആലക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നിച്ച ചില കാലഘട്ടങ്ങളിൽ സമൂഹങ്ങളിൽ വന്നുപോയിട്ടുണ്ട്. അത്തരക്കാരെ തള്ളുകയാണ് അല്ലാഹു തആല. ആദ്യത്തെ വിശേഷണം അതാണ്. ഖുർആൻ ശരീഫിലെ 2-ാം അധ്യായത്തിലെ തുടക്കത്തിൽ തന്നെ മുത്തഖീങ്ങൾക്ക് ഹിദായത്തിനുള്ളതാണ് ഈ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിച്ചു. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തവർ, അവരോട് വാദിച്ച് ജയിക്കാനുള്ള നിർദ്ദേശങ്ങളല്ല ഇതിലുള്ളത്. ഹുദല്ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ അംഗീകരിക്കുക,
എന്നിട്ടാ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ പകർത്തുക, അള്ളാഹു വിരോധിച്ചതിനെ പൂർണ്ണമായി വർജിക്കുക, എന്നിട്ട് അള്ളാഹു തആല തിരിച്ചു വിളിക്കാൻ നേരത്ത് അവൻ ഏറ്റെടുക്കുന്നവരെ കൂട്ടത്തിൽ പെടുക. ഈ ആഗ്രഹമുള്ളവർക്ക് നിർദ്ദേശങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. അവർ അന്വേഷിച്ച് പിടിച്ച് രക്ഷപ്പെട്ടുകൊള്ളണം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരീശ്വരവാദിയോട് വാദിച്ച് ജയിക്കാനുള്ളതല്ല ഈ ഗ്രന്ഥം. ഒരു യുക്തിവാദിയോട് മുഖാമുഖം നടത്താനുള്ളതുമല്ല ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥം തഖ്വയുള്ളവർക്ക്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി കണ്ടെത്താനുള്ളതാണ് ഈ കിതാബ്. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി കണ്ടെത്താനുള്ള കിതാബിൽ ആദ്യത്തെ നിർദ്ദേശം എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അഭൗതിക കാര്യങ്ങളെ അംഗീകരിക്കുന്നവർ, അവരാണ് രക്ഷപ്പെടുന്നവർ. അഭൗതിക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഭൗതിക ലോകം മനുഷ്യന്റെ ആവശ്യങ്ങൾ തീർക്കാനുള്ളതാണ്. ഈ ഭൂമി മനുഷ്യന്റെ ആവശ്യം പൂർത്തിയാക്കാനുള്ളതാണ്. ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ മനുഷ്യന്റെ ബുദ്ധി ഉപകരിച്ചെന്ന് വരും, ചിന്ത ഉപകരിച്ചെന്ന് വരും. എന്താ പറഞ്ഞ, മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ ചിലപ്പോൾ മനുഷ്യന്റെ ഭൗതികേന്ദ്രിയങ്ങളെ കൊണ്ട് അഥവാ മനുഷ്യന്റെ ചിന്ത ഉപകരിച്ചെന്ന് വരും, മനുഷ്യന്റെ ഗവേഷണങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഉപകരിച്ചെന്ന് വരും. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള കഴിവ്, തൊട്ടറിവ്, കൈകൊണ്ട് തൊട്ടാൽ അറിയാം, കാതുകൊണ്ട് കേട്ടറിയാം, കണ്ണുകൊണ്ട് കണ്ടറിയാം, നാവുകൊണ്ട് രുചിച്ചറിയാം എന്നിത്യാദി അറിവുകൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഉപകരിക്കും. അതിനപ്പുറത്തുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളെ അപ്പടി അംഗീകരിച്ചു കൊടുക്കുകയും അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചു പറഞ്ഞു തന്ന വിഷയങ്ങളെ അപ്പടി അനുസരിക്കുകയും അതിനുവേണ്ടി ഈ ഇന്ദ്രിയങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. ഒരു മനുഷ്യന്റെ ചിന്ത, ബുദ്ധിയും ചിന്തയും രണ്ടും രണ്ടാണ്. ബുദ്ധിയുള്ളവരെല്ലാം ചിന്തിച്ചോണമെന്നില്ല, ചിന്തിക്കുന്നവരെല്ലാം ഈ പറയുന്ന സാമർഥ്യമുള്ള ബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അമിതമായ ബുദ്ധി ആവശ്യമുള്ള ചിന്തക്ക് ഉപകരിക്കുകയില്ല, മിതമായ ബുദ്ധിയെ ആവശ്യമുള്ള ചിന്തക്ക് ഉപകരിക്കുകയുള്ളൂ. ചിന്തയെയും ബുദ്ധിയെയും ഒക്കെ അല്ലാഹു തആല പരിധി നിശ്ചയിച്ച് നിർത്തിയിട്ടുണ്ട്, അതിർവരമ്പുകൾ നിശ്ചയിച്ച് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കടക്കണ്ട. അതിൻ്റെ അപ്പുറത്ത് കടക്കുന്നത് അപകടകരമായിരിക്കും. ഇവിടെ അഭൗതികം എന്നതുകൊണ്ട് നാം ആദ്യം പറഞ്ഞ വിഷയം എന്താണ്? മനുഷ്യൻ ഒരു അഭൗതിക സൃഷ്ടിയാണ്. മനുഷ്യൻ ഒരു അഭൗതിക സൃഷ്ടിയാണ് എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ ഉതകുന്ന അറിവ് ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടിയല്ല മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് വികലമായ കുറെ ചിന്തകൾ ലോകത്ത് നിലവിലുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് വികലമായ കുറെ ചിന്തകൾ ലോകത്ത് നിലവിലുണ്ട്. മതങ്ങൾ മനുഷ്യനെ സംബന്ധിച്ച് ചില ഭാവനകൾ, സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. ഇസക്കാർ അവരും മനുഷ്യനെ സംബന്ധിച്ച് ചില സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്.
മതങ്ങൾക്കും ഇസങ്ങൾക്കും അപ്പുറത്ത് ദീനുൽ ഇസ്ലാമിന് മനുഷ്യനെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ദീനുൽ ഇസ്ലാമിന് മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. മതങ്ങൾക്കോ ഇസങ്ങൾക്കോ ദഹിക്കാത്ത കാഴ്ചപ്പാട്. മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് ഇന്ന് നിലവിലുള്ള അറിവ്? അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൽമിനാണ് നമ്മൾ സാധാരണ അറിവ് എന്ന് പറയുക, അല്ലേ? ഇൽമിനാണ് അറിവ് എന്ന് പറയുക മലയാളത്തിൽ. എന്താണ് അറിവ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി കിട്ടുകയും ചെയ്യില്ല. ഇൽമു എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ സ്രോതസ്സിൽ നിന്ന്, സോഴ്സിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുന്ന അറിവുകൾക്കാണ് ദീനുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ ഇൽമു എന്ന് പറയുന്നത്. അറിവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കൽ മാത്രം പോരാ, ആ മനസ്സിലാക്കുന്നത് ശരിയായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ അറിവായിരിക്കണം. ഇൽമിന്റെ ശരിയായ കേന്ദ്രം ഏതാണ്? അള്ളാഹുവാണ്. അള്ളാഹുവാണ് ഇൽമിന്റെ മാലിക്. അറിവിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇൽമു എന്ന സിഫത്തുള്ളത് അള്ളാഹു തആലാക്കാണ്. ലാ ബിദായത ലഹു വലാ നിഹായത ലഹു. അള്ളാഹുവിന്റെ അറിവിനൊരു തുടക്കമില്ല, അള്ളാഹുവിന്റെ അറിവിന് ഒരു ഒടുക്കവുമില്ല. ആ രീതിയിൽ കാമിൽ മുക്കമ്മലായ ഇൽമു അള്ളാഹുവിൻ്റെത് മാത്രമാണ്. അപ്പൊ ഒരു കാര്യത്തെ സംബന്ധിച്ച് അറിവ് പറഞ്ഞു തരാൻ അവകാശി ഒന്നേ ഉള്ളൂ, അത് അള്ളാഹു മാത്രം. അള്ളാഹു അല്ലാത്ത ആർക്കും ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇൽമു പറഞ്ഞു തരാൻ അധികാരമില്ല. അപ്പൊ ഒരു കാര്യത്തിന് ഇൽമു എന്ന് പറയണമെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന അറിവുകളായിരിക്കണം. അതിന് മാത്രമേ അറബിയിൽ ഇൽമു എന്ന് പറയാൻ പറ്റുള്ളൂ. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. സ്വഹീഹായ ഒരു ഹദീസ. ഒരാള് ഒരു വഴിയിൽ പ്രവേശിച്ചു. മൻ സലക ത്വരീഖ, ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചു. യൽതമിസു ഫീഹി ഇൽമ, ആ വഴിയിൽ അയാള് അറിവ് സമ്പാദിക്കുന്നു, അറിവ് തേടുന്നു, അറിവ് അന്വേഷിക്കുന്നു. എങ്കിൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു വഴി അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഏതാണ് ആ ഇൽമ്? ഏതാണ് ആ ഇൽമ്? നമ്മളീ പറയുന്ന ഇൽമ് മുഴുവനും സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണോ? ഇൽമിന്റെ നേരെ ഓപ്പോസിറ്റ് ജഹിലാണ്. ഇൽമിന്റെ നേരെ എതിര് ജഹിലാണ്. എന്താണ് ജഹിലിന്റെ മാന? നമ്മളതിന് അറിവില്ലായ്മ എന്ന് മലയാളക്കാർ പറയും. അല്ല, അറിവില്ലായ്മയല്ല ജഹില്. ജഹില് വേറൊരു അറിവാണ്. ജഹില് വേറൊരു അറിവാണ്. എന്താണ് അറിവിന്റെ പ്രത്യേകത? ശരിയായ സോഴ്സിൽ നിന്നല്ലാത്ത അറിവ്. അതിനാണ് ജഹില് എന്ന് പറയുന്നത്. അറിവ് പറഞ്ഞു തരാൻ അർഹതയുള്ളവരിൽ നിന്നല്ലാതെ കിട്ടുന്ന അറിവിനാണ് ജഹില് എന്ന് പറയുന്നത്. നമ്മളതിന് അറിവ് കേട്, വിവരക്കേട് എന്നൊക്കെ പറയാറുണ്ട്. ജഹില്. ഇത് രണ്ടും നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാം. നിങ്ങളൊക്കെ മലയാളവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. കർണാടകത്തിലെ വിദ്യാഭ്യാസ രീതിയോ കർണാടക ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇന്ത്യ രാജ്യത്തിന് മൊത്തത്തിൽ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. അതെന്താണ്? സെക്യുലർ ആയിരിക്കണം, മതേതരത്വ വിദ്യാഭ്യാസം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാജ്യം അംഗീകരിച്ച വിദ്യാഭ്യാസ സമ്പ്രദായം മതേതരത്വമാണ്. എന്നുവെച്ചാൽ മതാധിഷ്ഠിതമാകാൻ പാടില്ല എന്ന്, ഒരു പ്രത്യേക മതത്തിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി അല്ല എന്ന്. എന്ന് വെച്ചിട്ട് ഭൂലോകത്തൊക്കെ എങ്ങനെയാണോ വിദ്യാഭ്യാസ പദ്ധതി? അല്ല.
സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ പൂർണ്ണമായും ദീനുൽ ഇസ്ലാമിനെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ്. ദീനുൽ ഇസ്ലാമിന്റെ പാഠ്യപദ്ധതികൾക്ക് എതിരായ ഒന്നും സൗദി അറേബ്യയിലെ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റുകയില്ല. അതേസമയം ചൈന പോലെയുള്ള രാജ്യങ്ങളിലോ മതമോ ആത്മീയതയോ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കേവല ഭൗതികത മാത്രമായിരിക്കണം പഠിപ്പിക്കേണ്ടത്, അതിന്റെ പുറത്ത് പഠിപ്പിക്കാൻ പാടില്ല. അപ്പം വ്യത്യസ്ത രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ രീതിക്ക് വ്യത്യസ്ത പദ്ധതികളാണ്. അപ്പൊ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നാം സ്വീകരിച്ചിരിക്കുന്ന, നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന അറിവിന്റെ മാനദണ്ഡം മതേതരത്വ വിദ്യാഭ്യാസമാണ്, സെക്യുലർ സ്റ്റഡീസ്. ഈ മതേതരത്വ വിദ്യാഭ്യാസം സ്വീകരിക്കുന്ന നാം 10ാം തരത്തിൽ പരീക്ഷ, SSLCക്ക് പരീക്ഷന്റെ സമയം വരുമ്പോൾ കുട്ടികൾ പഠിക്കും, എന്നിട്ട് പരീക്ഷ എഴുതും, ജയിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെ 10ാം തരത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു വിഷയത്തിന്റെ പരീക്ഷ, ജീവശാസ്ത്രം, സയൻസ് പഠിക്കുന്ന കുട്ടി അവന്റെ ജീവശാസ്ത്ര പുസ്തകത്തിൽ അവൻ പഠിച്ചെടുത്ത വിഷയങ്ങളെ പറ്റിയുള്ള പരീക്ഷ, ആ പരീക്ഷാ പേപ്പർ, ചോദ്യ പേപ്പർ അവന്റെ കയ്യിൽ കിട്ടി. പരീക്ഷാ ഹാളിൽ ചോദ്യം വായിച്ചു നോക്കുമ്പോൾ അതിലൊരു ചോദ്യം കിടക്കുന്നു: മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു ഖണ്ഡികയിൽ കുറയാതെ എഴുതുക, മാർക്ക് 15. സ്വാഭാവികം, ജീവശാസ്ത്ര പുസ്തകത്തിൽ മനുഷ്യോൽപത്തിയെ പറ്റി കുട്ടി ചോദ്യം വായിച്ചു നോക്കി. മനുഷ്യനെ സംബന്ധിച്ച് നിനക്കറിയാവുന്നത് ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ കുറയാതെ എഴുതുക, മാർക്ക് 15. ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികൾ പല മതക്കാരുണ്ടാവും. മുസ്ലിം വിദ്യാർത്ഥികൾ ഉണ്ടാകും, ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടാകും, അമുസ്ലിം വിദ്യാർത്ഥികൾ ഉണ്ടാവും, പിന്നെ OBC വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതറിയാവോ? OBC വിദ്യാർത്ഥികൾ അറിയാവോ? OBC എത്തി വിശദീകരിക്കാൻ എനിക്ക് ഒരു ദിവസം കംപ്ലീറ്റ് അതിന് വേണ്ടി വരും, അതുകൊണ്ട് ഇപ്പം സമയമില്ല. മുസ്ലിം വിദ്യാർത്ഥി വേറെ, OBC വിദ്യാർത്ഥി വേറെ. കർണാടകത്തിൽ OBC ഇല്ലേ? ചപ്പ് ചവറ് എന്നർത്ഥം. എന്താ OBCന്റെ മേന? അത് ഇംഗ്ലീഷിലല്ലേ, അതർ ബാക്ക്വേർഡ് കോഴ്സ്. എന്റെ മലയാള പരിഭാഷ എന്താണ്? ചപ്പ് ചവറ്, ആയിരിക്കും വേണ്ടാത്ത സാധനം. എന്താ? കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോയി കടൽ തൊഴിലാളികൾ. വൈകുന്നേരം തോണി കടലിൽ നിന്ന്, കർണാടകക്കാർക്ക് കടലും മീനും അറിയുമെന്ന് എനിക്കറിയില്ല, മീനുമായിട്ട് വൈകുന്നേരം തോടി കടൽ തീരത്തടുത്തു. മീൻ കച്ചവടക്കാര് കൊട്ടയുമായി കാത്തു നിൽക്കുന്നു. അങ്ങനെ മീൻ കച്ചവടക്കാരെല്ലാം കൂടി തോണിക്ക് ചുറ്റും കൂടി പലതരത്തിലുള്ള മീൻ, അതിൽ മുന്തിയ മീൻ അയക്കൂറ, കിലോയ്ക്ക് 300 രൂപ, ഇപ്പൊ വില കൂടിയല്ലേ. ആവോലി 200 രൂപ, മത്തി 100 രൂപ, അയില 150 രൂപ. ഇങ്ങനെ പല മീനും വ്യത്യസ്തമായ പേരുകളും വിലയും. പിന്നെ തോണിയുടെ ഒരു മൂലയിൽ കുറെ മീൻ കൂട്ടിയിട്ടിട്ടുണ്ട്. തോണിക്കാരനോട് ചോദിച്ചു, അതെന്തോ മീൻ? അത് OBC മീൻ, അതിന് പ്രത്യേക പേരൊന്നുമില്ല, അതർ ബാക്ക്വേർഡ് ഫിഷസ്. അതിനെങ്ങനെയാ വില? അത് ഉറുപ്പ്യക്ക് ഭാരി കൊടുക്കല്, തൂക്കൊന്നുമില്ല. ഇന്ത്യൻ തോണി, അതിൽ കുറെ മത്സ്യങ്ങൾ. നമ്പൂതിരി മീൻ കിലോയ്ക്ക് 300 രൂപ, നായരി മീൻ കിലോയ്ക്ക് 200 രൂപ, നമ്പ്യാരി മീൻ കിലോയ്ക്ക് 100 രൂപ, പട്ടികജാതി മീൻ 80 രൂപ, പട്ടികവർഗം മീൻ 50 രൂപ, ഹരിജൻ മീൻ 30 രൂപ, ഗിരിജൻ മീൻ 20 രൂപ.
പിന്നെ കുറെ മീനുണ്ട്, അതർ ബാക്ക്വേർഡ് ഫിഷസ്, ഉറുപ്പയ്ക്ക് ഭാരി കൊടുക്കുന്ന കുറെ മീനുകൾ. ആ മീനിൽ ആരും പെട്ട്? ഈ ഇരിക്കുന്ന മേത്തന്മാരും പെട്ട്. OBC മീൻ, അതർ ബാക്ക്വേർഡ് കോസ്റ്റ്, പണ്ട് നെഹ്റു ഉണ്ടാക്കിയതാ. അതിന് ഉമ്മത്തും പെട്ട്. ഒന്നുമല്ലാത്തതായതുകൊണ്ട് അന്ന് 4 കോടിയേ ഉള്ളൂ മുസ്ലിമീങ്ങൾ, ഇന്ന് 30 കോടി. 3000 കോടി ആയാലും ഈ പോക്കന്നെ പോവുകയാണെങ്കിൽ OBC തന്നെയാണ് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ. ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ OBC എന്ന് പറഞ്ഞത്. ഇനിയിപ്പം കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിച്ച് സമയം കളയണ്ട. ഇപ്പൊ ക്ലാസ് മുറിയിൽ വ്യത്യസ്ത മതക്കാരും വ്യത്യസ്ത ചിന്താഗതിക്കാരുമായ വിദ്യാർത്ഥികൾ കാണും. ഇവിടെ ഒരേ അറിവ് മാത്രമല്ല രാജ്യത്ത് നടക്കുന്ന വ്യത്യസ്തമായ അറിവുകളുടെ ശേഖരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയും ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകതയും. അതാ, അറിവുകളുടെ കൂമ്പാരമാണ് ഇന്ത്യ. അല്ലാഹു അക്ബർ. വല്ലാത്തൊരു രാജ്യമാണ്. അറിവുകളുമായി ഇൽമുമായി നാം ബന്ധപ്പെടുകയും വ്യത്യസ്ത രാജ്യങ്ങളും ഇന്ത്യയും അറിവുകളുടെ കാര്യത്തിൽ നാം ഒന്ന് നന്നായിട്ട് ഗവേഷണം ചെയ്യുകയും ചെയ്താൽ ഇന്ന് ലോകത്ത് 1-ാം നമ്പറായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് അറിവിന്റെ മേഖലയിൽ ഇന്ത്യ രാജ്യം. വ്യത്യസ്തമായ അറിവുകൾ, അൻവാഉം മുഖ്തലിഫ, വ്യത്യസ്ത വൈവിധ്യങ്ങളുള്ള അറിവുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെ ക്ലാസ് മുറിയിൽ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന 10-ാം തരത്തിലെ വിദ്യാർത്ഥിയിൽ ഒരാൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ തുടങ്ങി. എന്താ ഈ ചോദ്യം? എന്താണ്? മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഒരു പാരഗ്രാഫിൽ കുറയാതെ എഴുതുക. സാറ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ വെച്ച് മനുഷ്യൻ ആരാണ് എന്താണെന്നൊക്കെ. കുട്ടി എഴുതി. എന്താ എഴുതിയത്? വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين വലഖദ് ഖലഖനൽ ഇൻസാൻ, നിശ്ചയം നാമാണ് മനുഷ്യനെ നിർമ്മിച്ചത്. മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തയിൽ നിന്ന്. സുമ്മ ജഅൽനാഹു നുത്ഫ, കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച മനുഷ്യനിൽ പിന്നീട് നാം ബീജത്തുള്ളികളെ നിർമ്മിക്കുകയാണ്. ആ ബീജത്തുള്ളികളെ അണ്ഡവുമായി ബന്ധിപ്പിച്ച് ഫീ ഖറാരിൻ മക്കീൻ, സുരക്ഷിതമായ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുകയാണ്. സുമ്മ ഖലഖനൻ നുത്ഫത അലഖ, ആ നുത്ഫ, ആ ബീജ അണ്ഡസങ്കലന വസ്തു കുറച്ച് ദിവസങ്ങളെ കൊണ്ട് ഗർഭാശയത്തിൽ നാം ഭ്രൂണമാക്കി പരിവർത്തിപ്പിക്കുകയാണ്. ഫഖലഖനൽ അലഖത മുദ്ഗ, ഭ്രൂണം പിന്നീട് മാംസപിണ്ഡമാക്കി മാറ്റുകയാണ്. ഫഖലഖനൽ മുദ്ഗത ഇളാമ, മാംസപിണ്ഡം പിന്നീട് അസ്ഥികൂടങ്ങളായി രൂപപ്പെടുത്തുകയാണ്. ഫകസൗനൽ ഇളാമ ലഹ്മ, അസ്ഥികൂടങ്ങളെ മാംസപേശികളെ കൊണ്ട് നാം പൊതിയുകയാണ്. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് നാം 4-ാമത്തെ മാസത്തോടെ ഗർഭാശയത്തിൽ ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം നൽകുകയാണ്. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, അത് കഴിഞ്ഞ് നിശ്ചിത മാസങ്ങൾ ആ കുഞ്ഞിനെ ഗർഭാശയത്തിൽ നാം വളർത്തിക്കൊണ്ടുവരികയാണ്. സുമ്മ നുഖ്രിജുകും തിഫ്ല, അങ്ങനെ കൃത്യസമയമാകുമ്പോൾ ആ കുഞ്ഞിനെ നാം ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. എത്ര മാർക്ക് കിട്ടും? പറഞ്ഞോ, എത്ര മാർക്ക് കിട്ടും? 0 മാർക്ക് കിട്ടും. അവൻ SSLC ജയിക്കുകയും ചെയ്യില്ല. ജയിക്കോ? മാർക്ക് കൊടുക്കോ? പേപ്പർ വാലേഷൻ നടത്തുന്ന സാറ് മാർക്ക് കൊടുക്കോ? നിങ്ങളെ കൂട്ടത്തിലൊരു സാറുണ്ട് തന്നെ വിചാരിച്ചോളൂ, ഒരു MSCയോ അല്ലെങ്കിൽ പിന്നെന്താണ് അതിനപ്പുറം വേറെ എന്തെല്ലാം ഉള്ള അതെല്ലാം പഠിച്ചിട്ട് സയൻസ് പഠിപ്പിക്കുന്ന ഒരു സാർ ഈ കൂട്ടത്തിൽ ഉണ്ട് തന്നെ. ദീനി പ്രവർത്തകനായ സാറ്, സ്കൂൾ പഠിപ്പിക്കുന്ന സാറുണ്ടെന്ന് വെച്ചാൽ അയാൾ മാർക്ക് കൊടുക്കോ? മാർക്ക് കൊടുത്താൽ പിന്നെ അയാൾ പിറ്റേ മാസം ജോലിക്ക് പോകുമോ?
സസ്പെൻഡഡ്. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കുട്ടിക്ക് മാർക്ക് കൊടുക്കൂല നമ്മുടെ സെക്യുലർ സ്റ്റഡീസിന്റെ മാനദണ്ഡം അനുസരിച്ച്, അല്ലേ? ഈ കുട്ടി എഴുതിയത് ഇൽമല്ലാത്തത് കൊണ്ടാണോ മാർക്ക് കിട്ടാതിരുന്നത്? ആണോ? ഈ കുട്ടി എഴുതിയത് ഇൽമാണ്. മനുഷ്യനെ സംബന്ധിച്ച് ശരിയായ സോഴ്സിൽ നിന്ന് കിട്ടിയ അറിവാണ് ഈ കുട്ടി എഴുതിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനുഷ്യനെ സംബന്ധിച്ച് മതക്കാർക്ക് ചില ധാരണകളുണ്ട്, ഭാവനകളുണ്ട്. ഇസക്കാർക്ക് വേറെ ധാരണകളും ഭാവനകളും ഉണ്ട്. അവ രണ്ടും അല്ലാത്ത ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ദീനുൽ ഇസ്ലാമിൻ്റെത്. ദീനുൽ ഇസ്ലാം ശരിയായ സോഴ്സിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് കാര്യങ്ങൾ നിഗമിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആ കുട്ടി ദീനുൽ ഇസ്ലാം എന്താണെന്ന് പഠിച്ച കുട്ടി, ആ കുട്ടിയുടെ യഥാർത്ഥ അറിവ് വെച്ചുകൊണ്ട് ജഹിൽ എഴുതാൻ ആ കുട്ടിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടി ഇൽമ എഴുതിയത്, അറിവ് എഴുതിയത്. മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാഹ്, അതാണ് അറിവ്. അള്ളാഹു പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, അതാണ് അറിവ്. അതിന്റെ അപ്പുറത്ത് ഇവനെ ഏത് ശൈഖുന പറഞ്ഞാലും ഏത് മൗലാന പറഞ്ഞാലും അതിന് ഇൽമെന്ന് പറയില്ല. ഒരു കാര്യം ഇൽമാകണമെങ്കിൽ അതാര് പറഞ്ഞിരിക്കണം? അള്ളാഹു താല പറഞ്ഞിരിക്കണം. അത് ആര് വിശദീകരിച്ചു തന്നിരിക്കണം? അള്ളാഹ് നിയോഗിച്ചയച്ച റസൂല് വിശദീകരിച്ചു തന്നിരിക്കണം. വേറെ ആര് പറഞ്ഞാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കാരണം ഇൽമല്ല. അള്ളാഹു അള്ളാന്റെ റസൂലും പറഞ്ഞു തന്നിട്ടില്ലാത്തതിനെ ഇൽമെന്ന് പറയില്ല. അത് അയാളെ അഭിപ്രായം. ദീനുൽ ഇസ്ലാമിൽ അഭിപ്രായത്തിന് വിലയില്ല. ദീനുൽ ഇസ്ലാമിന്റെ മാ ഖാല അല്ലാഹുക്കും വമാ ഖാല റസൂലുള്ളാഹുമാണ് വില. അള്ളാഹ് എന്ത് പറഞ്ഞോ, അള്ളാഹ് റസൂൽ എന്ത് പറഞ്ഞോ, അതാണ് ദീൻ. അതിന്റെ അപ്പുറം ഇനി ആര് പറഞ്ഞാലും അത് ദീനല്ല. അതേ സന്ദർഭത്തിൽ വേറൊരു കുട്ടി എഴുതി, വേറൊരു കുട്ടി പരീക്ഷയ്ക്ക് എഴുതി, ഈ പ്രപഞ്ചം ഒരു ഭയങ്കര സ്ഫോടനത്തിലൂടെ ഉണ്ടായതാണ്, ബിഗ് ബാങ്. ആ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കണികകൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ വ്യത്യസ്ത ഗോളങ്ങളായി രൂപപ്പെടുകയാണ്. അതിലൊരു ഗോളമാണ് ഭൂമി. കുറെ ലക്ഷക്കണക്കിന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ജീവൻ പരുവമായി. ആദ്യം ഏകകോശം, പിന്നെ ദ്വൈകോശം. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ 4 കാലിൽ വാലും പൊക്കി നടക്കുന്ന ഒരു മൃഗമുണ്ടായി. വീണ്ടും കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ മൃഗം 2 കാലിന് നടക്കാൻ തുടങ്ങി. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നടുനിവൃത്തി നേർക്ക് നേരെ നടക്കാൻ തുടങ്ങി. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വാല് അപ്രത്യക്ഷമായി. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന കോലത്തിലുള്ള മനുഷ്യനുണ്ടായി. എത്ര മാർക്ക് കിട്ടും? 15 മാർക്ക് കൃത്യമായിട്ട് കിട്ടും. കാരണം അവൻ പഠിച്ചത് അതാണ്, സാറവന് പഠിപ്പിച്ചത് അതാണ്. ഇത് ഇൽമാണോ ജഹിലാണോ? ഇതാണ് ജഹില്. ശരിയായ സോഴ്സിൽ നിന്നല്ലാതെ മനുഷ്യനെ സംബന്ധിച്ച് കിട്ടിയ അറിവുകൾക്ക് ജഹില് എന്നാണ് പറയുക. അതേസമയം വിവരമില്ലായ്മ എന്ന് പറയില്ലല്ലോ, ഒരറിവാണത്, ഒരൈറ്റം അറിവാണത്. പക്ഷെ ഇൽമിൽ പെടൂല, ജഹിലിൽ പെട്ട അറിവാണ്. അതുകൊണ്ട് ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവും, ജഹില് എന്ന് പറഞ്ഞാൽ അറിവ് കേടും എന്ന് മനസ്സിലാക്കി പോകരുത്. ഇൽമ് എന്ന് പറഞ്ഞാൽ ശരിയായ സോഴ്സിൽ നിന്ന് കിട്ടുന്ന അറിവ്, ജഹില് എന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്നല്ലാതെ കിട്ടുന്ന അറിവ്. കുടിക്കുന്ന ഇത് വേണം. ഞാൻ പറഞ്ഞിരുന്നു, മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു തന്ന ഇൽമിൽ ഒന്നാമത്തെ ഇൽം എന്താണ്? മനുഷ്യൻ തികച്ചും അഭൗതികനാണ്. മനുഷ്യൻ ആകാശത്തിന്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ ഭൂമിയുടെ സൃഷ്ടിയല്ല. ഭൂമിയുടെ സൃഷ്ടിയാകുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് നാം ഭൗതിക സൃഷ്ടി എന്ന് പറയേണ്ടി വരും. മനുഷ്യനെ സംബന്ധിച്ച് നാം ജഹിലിന്റെ അറിവുള്ളത് കൊണ്ടാണ് ഭൗതിക സൃഷ്ടി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ഭൗതികനാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇസത്തിന്റെ അഹ്ലുകാർ. ഇസത്തിന്റെ അഹ്ലുകാർ മനുഷ്യനെ ഭൗതികനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യനെ ഭൗതികമാക്കാൻ പറ്റുകയില്ല. മനുഷ്യൻ അഭൗതികനാണ്. അഭൗതികനായ മനുഷ്യന്റെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അമാനത്തും അഭൗതികമാണ്. ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥകളും ആകാശത്തിൽ നിന്ന് വന്നതാണ്. എന്ന് വെച്ചാൽ ദീനുൽ ഇസ്ലാം തികച്ചും ആകാശ നിർമ്മിതിയാണ്, അത് ഭൂമിയിലുള്ളതല്ല. ആണെന്ന് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടോ? മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തുന്നത്?
മനുഷ്യനെ സംബന്ധിച്ചുള്ള ശരിയായ ഇൽമ എന്താ? അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അല്ലാഹു തആല മനുഷ്യനെ ആദർശത്തിലേക്ക് ക്ഷണിക്കുന്നത്. ആദർശം മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് ആദർശം പറഞ്ഞതിന്റെ പേരിലാണ് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ആദർശം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ആദർശം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായത് എന്തുകൊണ്ടാണ്? മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് ആദർശം പറയുന്നത് കൊണ്ടാണ്. വർത്തമാനകാല ചുറ്റുപാടുകളുമായി ആദർശത്തെ ബന്ധിപ്പിച്ചുകൂടാ. വർത്തമാനകാല ചുറ്റുപാടുമായിട്ട് വേണമെങ്കിൽ രാഷ്ട്രീയത്തെ ബന്ധിപ്പിക്കാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ അതാത് കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തുന്നതിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. ഒരിക്കലും അങ്ങനെയല്ല. ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കാലികമായ പ്രശ്നങ്ങളെ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ദീനല്ല ഇസ്ലാം. മറിച്ച് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ അസ്തിത്വത്തെ ആദർശവുമായി ബന്ധപ്പെടുത്തി ആഖിറത്തിലേക്ക് പറഞ്ഞേക്കുന്ന ദീനാണ് ഇസ്ലാം. ഇസ്ലാം അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥിതി ദീനുൽ ഇസ്ലാമാണ്. ഇസ്ലാം അല്ലാത്ത ഒരു വ്യവസ്ഥിതിയെ ഒരാൾ ജീവിതത്തിന്റെ മാർഗമായി അംഗീകരിച്ചാൽ അവന്റെ ജീവിത യാത്ര അംഗീകരിക്കപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. അവൻ ആഖിറത്തിൽ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുന്നത് അവന്റെ മതമോ വിശ്വാസമോ ആദർശമോ നോക്കിക്കൊണ്ടല്ല. മനുഷ്യന്റെ ആവശ്യങ്ങളെ അല്ലാഹു തആല പരിഗണിക്കുന്നത് മനുഷ്യന്റെ ആദർശം നോക്കിക്കൊണ്ടല്ല. ഭൂമിയിൽ അല്ലാഹു മനുഷ്യന്റെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നത് മനുഷ്യന്റെ അസ്തിത്വം പരിഗണിച്ചുകൊണ്ടാണ്, ഇൻസാനിയത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്, ഇസ്ലാമിയത്തിനെ പരിഗണിച്ചുകൊണ്ടല്ല. ബിസ്മി ചൊല്ലി നിക്കാഹ് കഴിക്കുന്ന ഒരു മുസ്ലിമിന് മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ആദർശാധിഷ്ഠിത കല്യാണം നടന്നു എന്നതുകൊണ്ടല്ല അവന് മക്കളെ കിട്ടിയത്, മറിച്ച് മനുഷ്യന്റെ ആവശ്യത്തെ പൂർത്തിയാക്കുന്ന റഹ്മാനായ അല്ലാഹ് ഔദാര്യമായി നൽകിയതാണ് മക്കളെ. യേശുവിന്റെ നാമത്തിൽ കല്യാണം കഴിച്ച ഒരു ക്രിസ്ത്യാനിക്കും മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അവന്റെ ആദർശം പിഴച്ചുപോയി എന്ന് കണക്കാക്കിയിട്ട് മക്കളെ കൊടുക്കാതിരിക്കൂല അല്ലാഹ്. അവനിക്ക് അല്ലാഹു തആല മക്കളെ കൊടുക്കുന്നത് മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് ഔദാര്യമായിട്ടുള്ളൊരു ദാനമാണ് മക്കൾ. മനസ്സിലാക്കണം. ഉസൈറിന്റെ നാമത്തിൽ കല്യാണം കഴിക്കുന്ന ഒരു ജൂതനും മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. എങ്ങനെ? രാമകൃഷ്ണന്മാരുടെ പേരിൽ കല്യാണം കഴിക്കുന്ന ഒരു മുശ്രിക്കിനും മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ജാറത്തിലെ ശൈഖിനെയോ ജാറത്തിലെ തങ്ങളെയോ വിളിച്ച് കല്യാണം കഴിക്കുന്ന, അല്ലെങ്കിൽ ആ ജാറത്തിലെ ശൈഖിന്റെ സന്നിധാനത്തിൽ കല്യാണം കഴിക്കുന്ന ഒരു OBCക്കും മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഇപ്പൊ ഏതാണ്ട് ഇസ്ലാമും OBC എന്താന്ന് മനസ്സിലായി കാണും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒരു നിരീശ്വരവാദി പാർട്ടി ഓഫീസിൽ മാലയിട്ട് കല്യാണം കഴിച്ചാൽ അവനിക്കും മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ഈ കാര്യത്തിൽ അല്ലാഹു ഒരു തരത്തിലുള്ള വിഭാഗീയതയും പരിഗണിക്കില്ല മക്കളെ കൊടുക്കുന്ന കാര്യത്തിൽ. കാരണം അല്ലാഹു തആല ഔദാര്യവാനാണ്, അല്ലാഹു റഹ്മാനാണ്. അല്ലാഹു റഹ്മാനാണ് എന്ന ബോധമില്ലാത്തത് കൊണ്ട് മനുഷ്യൻ അല്ലാഹു അല്ലാത്തവരിലേക്ക് സഞ്ചരിക്കുന്നു. യേശു ക്രിസ്ത്യാനി ഈസാ നബിയെയും നോക്കി നടക്കുന്നു. ഉസൈർ നബിയെ, ജൂതന്മാര് നബിയെയും നോക്കി നടക്കുന്നു. അതേപോലെ തന്നെ മുശ്രിക്കീങ്ങള് പിന്നെ അടുത്തവരെയും നോക്കി നടക്കുന്നു. മുസ്ലിമീങ്ങള് ഔലിയാക്കളെയും നോക്കി നടക്കുന്നു. എല്ലാം ഒരു ഗ്രൂപ്പിൽ പെട്ട തന്നെ. നബിയും നമ്മളത് തന്നെ, റസൂലും നമ്മളത് തന്നെ, വലിയും നമ്മളത് തന്നെ, മുത്തഖിയും നമ്മളത് തന്നെ. അതിനെ വ്യത്യസ്ത ആൾക്കാർ ഓഹരി വെച്ച് കൊണ്ടുപോയി. എന്തുകൊണ്ട് നമ്മളതല്ലാതാവുന്നുണ്ടോ? ഈസാ നബിയെ ക്രിസ്ത്യാനി കൊണ്ടുപോയി കണക്കാക്കിയിട്ട് നമ്മളെ നബി അല്ലാതാവോ? ആവോ? ഉസൈർ നബിയെ ജൂതന്മാര് കൊണ്ടുപോയി ആരാധിക്കാൻ തുടങ്ങി കണക്കാക്കിയിട്ട് നമുക്ക് നബി അല്ലാണ്ടാവോ? മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ OBCക്കാരൻ കൊണ്ടുപോയിട്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് വലിയല്ലാണ്ടാവോ? ആവോ? സാബിയക്കാരൻ ജിബിരിലിനെയും മീക്കായിലിനെയും കൊണ്ടുപോയിട്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് മലക്കല്ലാണ്ടാവോ? ആവോ? ഇതെല്ലാം നമ്മളെ തന്നെയല്ലേ? അവിടെ ഞാൻ തന്നെ അഡ്വാൻസ് ആയിട്ട് ജാമ്യം എടുത്തെന്നറിയുമോ? മോദീശക്കങ്ങൾ രാമനെ ഒരുപോലെയാക്കി മൗലവി എന്ന് പറയേണ്ടെന്ന് വെച്ചിട്ടാണ്.
ഇതെല്ലാം നമ്മൾ തന്നെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളടക്കമുള്ള മനുഷ്യനെ സംബന്ധിച്ച് തീരുമാനമെടുത്തത് ആകാശത്തിൽ വെച്ചാണ്. ഇങ്ങനെ ഒരു സൃഷ്ടി ആവശ്യമാണെന്നുള്ള ചർച്ച നടന്നത് ആകാശത്തിൽ വെച്ചാണ്. ഐതിഹ്യമല്ല, മാ ഖാലല്ല, അല്ലാഹ് പറഞ്ഞത്. എന്ന് പറഞ്ഞു അല്ലാഹു തആല, وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً. ഖുർആൻ. അല്ലാഹു തആല മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യനെ നിർമ്മിക്കാൻ അല്ലാഹു തീരുമാനിച്ചപ്പോൾ, ഇറാദ ചെയ്തപ്പോൾ, പ്രോഗ്രാം ചെയ്തപ്പോൾ, അല്ലാഹുവിന്റെ ഇറാദ, ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ ഇറാദ, പ്രോഗ്രാം, പ്ലാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്തേക്ക് അവന്റെ അനാദിയായ അറിവിൽ നേരത്തെ ഉള്ള അവന്റെ പദ്ധതിയിൽ നേരത്തെ ചേർത്തിരിക്കുന്ന കലമുപയോഗിച്ച് ലൗഹിൽ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ചിട്ടിരിക്കുന്ന, എഴുതിയിരിക്കുന്ന ആ അറിവനുസരിച്ച് മശീഅത്തുമായി ബന്ധിപ്പിച്ച് സമയമെത്തിയപ്പോൾ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രക്രിയ തുടങ്ങാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഈ വിഷയം മലക്കുകളെ പരസ്യമായി അള്ളാഹു അറിയിച്ചു. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. വഇദ് ഖാല റബ്ബുക്, നിങ്ങളുടെ റബ്ബ് പ്രസ്താവിച്ചപ്പോൾ, ലിൽ മലായിക, മലക്കുകളോട്, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് ഖലീഫാനെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന വിഷയം അള്ളാഹു മലക്കുകളോട് പ്രസ്താവിച്ചപ്പോൾ, സൂറത്തുൽ ബഖറ. അപ്പം അള്ളാഹുവിന്റെ അനുസരണശീലരായ, അള്ളാഹുവിന്റെ സൈന്യങ്ങളായ, അള്ളാഹുവിന്റെ പട്ടാളമായ മലക്കുകൾ എന്ത് കൽപ്പിക്കുന്നോ അത് ചെയ്യാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന മലക്കുകൾ. മലക്കുകളെ പറ്റി അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിച്ചത്. മലക്കുകളെ സംബന്ധിച്ച് വിശദമായി പറയാനുള്ള സമയമല്ല ഇത്. മലക്കുകളെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കണമെന്നും അവർ ആരാണെന്നും അവരുടെ ജോലി എന്താണെന്നും ഇപ്പോഴും അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നമുക്കിടയിലും ചില ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ ഖുർആനും ഹദീസും നമുക്ക് ഉറപ്പിച്ചതാണ്. അതിനെപ്പറ്റി ഇപ്പം വിശദീകരിച്ചാൽ തന്നെ പറയേണ്ടി വരും. ഈ മലക്കുകൾ സ്വാഭാവികമായും അവർക്കുള്ള അറിവനുസരിച്ചൊരു അഭിപ്രായം അള്ളാഹുവിനോട് പറഞ്ഞു. എന്താണ് അഭിപ്രായം? അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ, അല്ലേ, സൂറത്തുൽ ബഖറ. അല്ലാഹ് നേരത്തെ ഇങ്ങനെ ഒരു സമൂഹത്തെ ഇവിടെ അയച്ചതാണല്ലോ. എന്നിട്ട് അവരിവിടെ കുഴപ്പവും ബഹളവും രക്തച്ചൊരിച്ചലും പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഭൂമിയിൽ ഇനി അവര് വേണ്ട എന്ന് നീ തീരുമാനിച്ച് ആ തീരുമാനം നടപ്പിലാക്കാൻ നീ ഞങ്ങളെ ഏൽപ്പിച്ച്, ഞങ്ങൾ ഇടപെട്ടിട്ടാണല്ലോ, ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നീ അവരെ കൈകാര്യം ചെയ്തത്, അവരെ നശിപ്പിച്ചു കളഞ്ഞത്. ഇനിയും അത്തരത്തിലൊരു കൂട്ടക്കാരനെ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുകയാണോ? അതാണ് ചോദ്യത്തിന്റെ അർത്ഥം. അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ. ഇവിടെ കലാപങ്ങളും രക്തച്ചൊരിച്ചിലും ഫസാദും ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ നീ നിയോഗിക്കുകയാണോ? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ. അതാണ് ഇൽമ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഗവേഷണത്തിന്റെ ആവശ്യമില്ല. അത് മുത്തഖികളുടെ സ്വഭാവമല്ല, യുക്തിവാദികളുടെ സ്വഭാവമാണ്, മുൽഹിദീകളുടെ സ്വഭാവം. യുക്തിക്കും ചിന്തക്കും സ്ഥാനം കൽപ്പിക്കുന്നവരാണ് അള്ളാഹുവിന്റെ കാര്യത്തിലും വാക്കിലും സംശയം രേഖപ്പെടുത്തുന്നത്. അതേ സന്ദർഭത്തിൽ അബുദാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അബുദ് എന്ന് പറഞ്ഞാൽ അടിമ, അടിമയുടെ ജോലി എന്താ? അവന്റെ ചിന്തക്കോ ബുദ്ധിക്കോ സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. അവന്റെ ഉടമ എന്താണോ പറഞ്ഞത് അത് അപ്പടി അംഗീകരിച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് അബുദ്, അതിന്റെ പേരാണ് ഉബൂദിയത്ത്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇയ്യാക നഅ്ബുദു. ഞാൻ എന്റെ ബുദ്ധിക്കോ ഞാൻ എന്റെ ചിന്തക്കോ ഞാൻ എന്റെ ഗവേഷണത്തിനോ എന്റെ താല്പര്യത്തിനോ ഒഴിപ്പെടുന്നില്ല. നീ എന്ത് പറഞ്ഞോ അത് മാത്രം ഞാൻ അംഗീകരിക്കുന്നു പഠിച്ചവനെ. ഇയ്യാക നഅ്ബുദു, നീ എന്ത് പറഞ്ഞോ അത് ഞാൻ അംഗീകരിക്കും. നീ എവിടെ തലകുനിക്കാൻ പറഞ്ഞോ അവിടെ ഞാൻ തലകുനിക്കും. നീ കുനിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കൊന്നാലും ഞാൻ കുനിക്കുന്ന പ്രശ്നവുമില്ല. അതാണ് അബുദ്, അതാണ് ഉബൂദിയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്ത വിഷയം അതാണ്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരാണ് ഞാൻ. ഞാൻ തീരുമാനിച്ച വിഷയങ്ങൾ നിങ്ങളെ അറിയിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ജോലിയിൽ വ്യാപൃതരായിക്കൊള്ളുക. മലക്കുകളെ ഉപയോഗിച്ച് അല്ലാഹു ഒരു പിടി മണ്ണ് ശേഖരിക്കുന്നു. തുറാബ്. പരിശുദ്ധ ഖുർആൻ 5-6 സ്റ്റൈലിൽ അത് പറഞ്ഞിട്ടുണ്ട്.
ഒന്ന് വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. അതേപോലെ തന്നെ വബദഅ ഖൽഖൽ ഇൻസാന മിൻ തീൻ. ലഖദ് ഖലഖ്ന, അതേപോലെ തന്നെ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അതേപോലെ തന്നെ തുറാബ്, അതേപോലെ തന്നെ ഹമഉം മസ്നൂൻ, അതേപോലെ തന്നെ തീനുൽ ലാസിബ്. അല്ലാഹു തആല മനുഷ്യരിലെ ആദ്യത്തെ ആളെ നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിനെ സംബന്ധിച്ച് ഖുർആൻ ശരീഫിൽ വ്യത്യസ്ത ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പല മിശ്രിതങ്ങൾ കൂട്ടിക്കലർക്കപ്പെട്ട ഒരു പിടി മണ്ണ്, അല്ലെങ്കിൽ വെറും മണ്ണ്, അല്ലെങ്കിൽ മണ്ണ് കളിമണ്ണ്, അല്ലെങ്കിൽ കളിമണ്ണിന്റെ സത്ത, അല്ലെങ്കിൽ കുശവൻ ചട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരുവത്തിലുള്ള മാവ്, മണ്ണിന്റെ മാവ് എന്ന വ്യത്യസ്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ കിതാബിൽ ഈ മണ്ണിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പം വിശദീകരിക്കേണ്ട സമയമല്ല. മനുഷ്യൻ എന്ന സൃഷ്ടിയെ നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലാണിതെന്ന് അല്ലാഹു തആല വെളിപ്പെടുത്തുന്നത് നമുക്ക്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മാണം പൂർത്തിയാക്കുകയാണ്. ഖലഖഹു ഫസവ്വാഹു. അല്ലാഹു തആല മണ്ണുപയോഗിച്ചൊരു രൂപമുണ്ടാക്കുന്നു. ആ രൂപത്തിന് തസ്വിയത്ത് ഏർപ്പെടുത്തുന്നു. തസ്വിയ, സന്തുലിതത്വം, ഏറ്റവ്യത്യാസമില്ലായ്മ. കണ്ണു വെക്കേണ്ടിടത്ത് കണ്ണ്, കാതു വെക്കേണ്ടിടത്ത് കാത്, ചെവി വെക്കേണ്ടിടത്ത് ചെവി, കയ്യും കാലും വെക്കേണ്ടിടത്ത് കയ്യും കാലും. ഖിയാമത്ത് നാൾ വരെ മാറ്റം വരാത്ത രീതിയിൽ രൂപത്തിന് സന്തുലിതത്വം ഉണ്ടാക്കുന്നു. ശരിയാ, ഇന്ന് വരെ ഒരാളും ഈ കാണുന്ന കോലത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഡോക്ടർ A.T. കോവൂർ ഏറ്റവും വലിയ യുക്തിവാദിയ, അയാളും കൂടി മനുഷ്യന്റെ ഈ കാണുന്ന ബാഹ്യമായ കോലത്തിന് മാറ്റം വേണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടില്ല. ഉണ്ടോ? നിങ്ങൾക്കാർക്കെങ്കിലും വിരാജപ്പെട്ടക്കാർക്കൊക്കെ അഭിപ്രായം ഉണ്ടോ? ഈ മൂക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് വേറെ അടുത്തേക്കെങ്കിലും വെച്ചാൽ തിരക്കിടലാന്ന്? അല്ലെങ്കിൽ രണ്ട് ചെവി ഉണ്ടല്ലോ, ഒരു ചെവി എടുത്തേക്കെങ്കിലും മാറ്റിയിട്ട് ഒരു ചെവി മാത്രമല്ല സ്ഥിരപ്പെടുത്തിയാൽ തിരക്കിടലാന്ന് തോന്നുന്നുണ്ടോ? കണ്ണ് രണ്ടുണ്ടല്ലോ, ഒന്ന് ഈ മൂക്കിന്റെ നുട്ടക്കും വെക്ക, ഒന്ന് വിരലിന്റെ കുടിക്കും വെച്ച സൗകര്യം ഉണ്ടെന്ന് അങ്ങനെ തോന്നിപ്പോന്നുണ്ടോ? ഇല്ല. ഭൂലോകത്തൊരു കുട്ടി ഇന്നേ വരെ മനുഷ്യന്റെ ഈ കാണുന്ന കോലത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം ഇന്നേരെ അഭിപ്രായപ്പെട്ടിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. അതിനാണ് തസ്വിയത്ത്. അള്ളാഹു ഫൈനലായി തീരുമാനിച്ച വിഷയത്തിൽ മനുഷ്യന്റെ ഇടപെടലുകളെ അള്ളാഹു അംഗീകരിക്കുകയോ മനുഷ്യനെ ഇടപെടാൻ അനുവദിക്കുകയോ ചെയ്യില്ല. ആ രീതിയിൽ മനുഷ്യന്റെ കോലത്തിൽ അല്ലാഹു തആല മുദ്ര വെച്ച് കളഞ്ഞു. ഇനിയിപ്പോ മാറ്റൂല, ഇത് സീൽഡാണ്. പലമാതിരി സർജറി നിലവിലുള്ള കാലമാണ്. ആർക്കും തോന്നിയിട്ടില്ല എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തിയേക്കാമെന്ന്. തോന്നുന്ന പ്രശ്നമില്ല, അത് അംഗീകരിക്കപ്പെട്ടു പോയി. തസ്വിയത്ത് അല്ലാഹു തആല ആദ്യമായി തുടങ്ങി വെച്ച രൂപമാണത്. എന്നിട്ട് അല്ലാഹു തആല ചെയ്തത് എന്താണ്? വനഫഖ ഫീഹി മിർ റൂഹിഹി. അല്ലാഹു തആല മനുഷ്യകുലത്തിന് വേണ്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അർവാഹുകൾ, ആദ്യത്തെ മനുഷ്യൻ തൊട്ട് ഖിയാമത്ത് നാളിന്റെ തൊട്ട് തലേന്ന് അവസാനമായി പ്രസവിക്കുന്ന ആ പെണ്ണിന്റെ കുഞ്ഞ്, ആ കുഞ്ഞ് വരെയുള്ള എത്ര കറക്റ്റായ കോടിക്കണക്കിന് മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് അള്ളാഹു അവന്റെ ബഡ്ജറ്റിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ അത്രയും മനുഷ്യർക്ക് ആവശ്യമായ അർവാഹികളെ അഡ്വാൻസായി നിർമ്മിച്ച് അള്ളാഹു ആലമുൽ അർവാഹിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. എന്നിട്ട് ആദ്യത്തെ മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ച് അതിന് തസ്വിയത്ത് നൽകിയതിന് ശേഷം ആ മനുഷ്യന് വേണ്ടി നമ്പറിട്ട് വെച്ച റൂഹ്, ആ റൂഹിനെ കൃത്യമായി ആ മനുഷ്യക്കോലത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു. അതിനെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞത് വനഫഖ ഫീഹി മിർ റൂഹിഹി. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിക്കാൻ, ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞുവിടാൻ തീരുമാനിച്ച സൃഷ്ടിയുടെ നിർമ്മാണത്തിന്റെ ആരംഭം കുറിച്ചു. ആദ്യത്തെ വ്യക്തിയെ നിർമ്മാണം പൂർത്തിയാക്കി. എവിടെ വെച്ച്? ഭൂമിയിൽ എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ട് പറയാം. വിരാജപേട്ടയിലോ കോണിക്കുപ്പയിലോ. അല്ലാഹു തആല ആ വ്യക്തിക്ക് ആദം എന്ന് പേരിട്ടു. അല്ലേ? ശരിയല്ലേ? ഖുർആൻ സൂറത്തുൽ ബഖറ അല്ലാഹ് അയാളെ ആദം എന്ന് വിളിച്ചു. ഇപ്പൊ പേരിടലും നടന്നു. അത്
കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പ്രാരംഭ വിദ്യാഭ്യാസം നൽകി, ഇൽമ് നൽകി. അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ അറിവിൽ നിന്ന്, ശരിയായ സോഴ്സിൽ നിന്നാണ് മനുഷ്യൻ അറിവ് ശേഖരിച്ചത്. പിന്നെ എവിടെ നിന്നാണ് ജഹാലത്ത് വന്ന് ചേർന്നത് മനുഷ്യരിലേക്ക്? അതാണ് നമ്മുടെ ചർച്ച. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഫിത്രത്ത് ശരിയായ സോഴ്സിൽ നിന്ന് അറിവ് തേടി എന്നതാണ്. മനുഷ്യരിലെ തുടക്കക്കാരൻ സ്വീകരിച്ച അറിവ് മുഴുവനും ഔദ്യോഗികമായി അള്ളാഹുവിന്റെ ഗുരുകുലത്തിൽ നിന്നാണ്. വേറൊരു ഗുരുനാഥൻ ആദമിനെ പഠിപ്പിച്ചിട്ടില്ല, വേറൊരു വിദ്യാലയത്തിൽ ആദമ ചേർന്നിട്ടില്ല. അള്ളാഹു തന്നെ പറയട്ടെ അക്കാര്യം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ വഅല്ലമ, അല്ലാഹു പഠിപ്പിച്ചു ആദമിന് അൽ അസ്മാഅ കുല്ലഹാ, ഈ ഭൂമിയിൽ വന്ന് ജീവിക്കുമ്പോൾ ലോകാവസാനം വരെ എന്തൊക്കെ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമോ അതുമായി ബന്ധപ്പെട്ട സകല വിശേഷണ നാമങ്ങളും അല്ലാഹു തആല ആദമിന് പഠിപ്പിച്ചു. ഇൽമ് രണ്ട് തരമാണ്. ഒന്ന് ഇൽമു നുബുവ, നുബുവത്തിന്റെ ഇൽമ്, വഹയിന്റെ ഇൽമ്. രണ്ടാമത്തത് ഇൽമുൽ അസ്ബാബ്, സയൻസിന്റെ അറിവ്. നുബുവത്തിന്റെ ഇൽമ് തികച്ചും അഭൗതികമാണ്, സയൻസിന്റെ ഇൽമ് തികച്ചും ഭൗതികമാണ്. നുബുവത്തിന്റെ ഇൽമ് ആദർശവുമായി ബന്ധപ്പെട്ടതാണ്, അസ്ബാബിന്റെ അറിവ് ആവശ്യവുമായി ബന്ധപ്പെട്ടതാണ്. സയൻസിന്റെ ഇൽമ് മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ ആദർശത്തെ സംരക്ഷിക്കാൻ സയൻസിന്റെ ഇൽമ കൊണ്ട് സാധിക്കുകയില്ല. അവൻ യുക്തിവാദിയാകാനല്ലാതെ, അവൻ നിരീശ്വരവാദിയാകാനല്ലാതെ. മുസ്ലിമായ നിരീശ്വരവാദി, മുസ്ലിമായ യുക്തിവാദി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ. 5 നേരം നിസ്കരിക്കും, നോമ്പ് വെക്കും, ഹജ്ജ് ചെയ്യും, സക്കാത്തിയും ഒക്കെ ചെയ്യും, പക്ഷെ യുക്തിവാദിയായിരിക്കും ആള്. എന്തുകൊണ്ടാണ്? വഹയിന്റെ ഇൽമിനെ ഭൗതിക കാഴ്ചപ്പാട് വെച്ച് വ്യാഖ്യാനിച്ചപ്പോഴാണ് അങ്ങനെയായത്. ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് അല്ലാഹു തആല നൽകിയ അറിവാണത്. നമ്മൾ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം തണുപ്പിക്കാൻ ഒരാൾക്ക് ആഗ്രഹം വന്നാൽ, തണുത്ത വെള്ളം കുടിക്കാൻ തോന്നിയാൽ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അയാൾ എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ വെക്കും. അതൊരു ഇൽമാണ്. എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ പെട്ടെന്ന് നിങ്ങൾ മറുപടി പറഞ്ഞു, ഫ്രിഡ്ജിൽ വെക്കുമെന്ന്. അതൊരു ഇൽമാണ്. ഒരു 100 കൊല്ലം മുമ്പുള്ള ആളോട് ചോദിച്ചാൽ അങ്ങനെ പറയുമായിരുന്നോ? പറയില്ല. അതാത് സന്ദർഭത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന അറിവാണ് സയൻസിന്റെ അറിവ്. അതിൽ പെട്ടതാണ് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചാൽ തണുക്കുമെന്ന് പെട്ടെന്ന് നിങ്ങൾ മറുപടി പറഞ്ഞത്. അത് കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികളും പറയും. അത് മുസ്ലിമിന് മാത്രമുള്ള ഇൽമാണോ? ഒരു ക്രിസ്ത്യാനിയായ കുട്ടിയോട് ചോദിച്ചാൽ അയാളും പറയില്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം തണുക്കും. ഒരു അമുസ്ലിമിനോട് ചോദിച്ചാൽ അയാളും പറയില്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം തണുക്കും. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീക്കുണ്ടത്തിലിട്ടു. ദിവസങ്ങളോളം തീക്കുണ്ടത്തിൽ ഇബ്രാഹിം ജീവിച്ചു. ഇബ്രാഹിം ആ തീക്കുണ്ടത്തിൽ നിന്ന് തണുത്ത വെള്ളം കുടിച്ചോ ഇല്ലയോ? എങ്ങനെ തണുത്തു? അറിയില്ല. ഇപ്പൊ സയൻസിന്റെ ഇൽമ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ ഇൽമിനെ അളക്കാൻ പറ്റൂല. സാധാരണ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചാൽ തണുക്കും എന്നതുകൊണ്ട് ഇബ്രാഹിമിന് വേണ്ടിയിട്ടാണ് ഭയങ്കരമായ ഒരു ഫ്രിഡ്ജ് ഹാജരാക്കിയതെന്നും പറഞ്ഞിട്ട് വെറുതെ യുക്തിവാദി ഒന്നും ആകണ്ട. അള്ളാഹ് തണുപ്പിച്ചു. അത് വഹയിന്റെ ഇൽമാണ്. ഹിദായത്തിന്റെ പ്രകാശമുള്ളവർക്കേ അത് അംഗീകരിക്കാൻ കഴിയുള്ളൂ. ഹിദായത്തിന്റെ പ്രകാശം ഇല്ലെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച വെള്ളം തണുക്കുന്ന അംഗീകരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതിന് കാര്യമായ ഹിദായത്തോ കാര്യമായ നിർദ്ദേശമൊന്നും വേണ്ട. ഇതാണ് ഇൽമിന്റെ വ്യത്യാസം, ഇതാണ് അറിവിന്റെ വ്യത്യാസം. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ആകാശ ലോകത്ത് വെച്ച് പഠിപ്പിച്ച അറിവ് മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട അറിവാണ്, ആദർശവുമായി ബന്ധപ്പെട്ട അറിവല്ല. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട അറിവാണ്. അൽ അസ്മാഅ കുല്ലഹ, ലോകാവസാനം വരെ മനുഷ്യൻ എന്തെല്ലാം അറിവുകൾ വികസിപ്പിച്ചെടുക്കുമോ
അറിവിന്റെ ശൃംഖലകൾ എന്തൊക്കെ വികസിപ്പിച്ചെടുക്കുമോ, ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കിടക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി വരും. അപ്പോഴേക്കും ലോകം വളരെ പിന്നെയും കുറെ കൂടി എടുക്കും. ഇപ്പൊ സംസാരിക്കാനും മറ്റും മാത്രമേ സാധിക്കുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാസ്ക് ദുബായിലുള്ള എന്റെ മോനെ അയച്ചു കൊടുക്കണം. ഫ്ലാസ്കുമായിട്ട് നേരെ ഓഫീസിൽ ചെല്ലുക, ഫ്ലാസ്ക് അവിടെ കൊടുക്കുക, എന്റെ ഈ ഫ്ലാസ്ക് എന്റെ മോൻ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു മെഷീനുള്ളിൽ കയറ്റി വെച്ചിട്ട് ബട്ടൺ അമർത്തിയാൽ ഫ്ലാസ്ക് പൊടിയാവും. എന്നിട്ട് അന്തരീക്ഷത്തിലൂടെ ധൂളികൾ പറക്കും. അങ്ങനെ ദുബൈയിലുള്ള ഓഫീസിൽ അതെല്ലാം പോയിട്ട് ഫ്ലാസ്ക് ആവും. ആ ഫ്ലാസ്ക് എടുത്തിട്ട് മോൻ പോയിട്ട് പൈസയും കൊടുത്തിട്ട് എടുത്താൽ മതി. ട്രാൻസ്പോർട്ടർ ടെക്നോളജി. അതെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി ബൽക്കീസിന്റെ കൊട്ടാരം വന്നതുപോലെ ട്രാൻസ്പോർട്ടർ ടെക്നോളജി വർദ്ധിപ്പിച്ചാൽ എനിക്കും നിങ്ങൾക്ക് കൂടായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലൊരു കട്ടിലുണ്ടാക്കിയിട്ട് ദുബൈയിലേക്ക് അയക്കാന്ന് വെച്ചാൽ കട്ടിലിടുന്ന് ഉണ്ടാക്കാം, അങ്ങനെ അയച്ചു കൊടുക്കാം. വേറെ ബുദ്ധിമുട്ടൊന്നും ഇനിയില്ല. അങ്ങനെ ടെക്നോളജികൾ പലതും വരാൻ പോവുക. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നു. ചൊവ്വയിലോ ശുക്രനിലോ അവിടെയൊക്കെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് കുറച്ച് ദിവസം താമസിച്ചിട്ട് വരാൻ തീരുമാനിച്ചാൽ പൈസ ഉള്ളവനിക്ക് ഒരു റോക്കറ്റ് സ്പെഷ്യലാക്കിയിട്ട് അങ്ങ് പോകാവുന്നതേ ഉള്ളൂ. ടാക്സി വിളിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന മാതിരി അത്രമാത്രം അടുക്കും എല്ലാം കൂടി ഒന്നിച്ച്. അവസാനം ലാസ്റ്റ് ഹബാ മൻസൂറ, എല്ലാം തീരും. ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. അത് അത്ഭുതമുള്ള കേസൊന്നും അല്ല. വളരെ വളരെ നോർമൽ കേസാണ് ഈ പറഞ്ഞതൊക്കെ. അത്ഭുതം വേറെയും കിടക്കുന്നുണ്ടല്ലോ. അതിനേക്കാൾ അത്ഭുതം വേറെ കിടക്കുന്നുണ്ട്. ഇതാണ് ഇൽമ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിച്ച ഇൽമിന്റെ ഒരു ഏകദേശ രൂപമാണ് ഈ പറഞ്ഞത്. തഫ്സീറിന്റെ കിതാബുകളിൽ ആദമിന് പഠിപ്പിച്ച എന്തൊക്കെയായിരുന്നു എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ വായിച്ചാൽ തന്നെ നമുക്കറിയാം ഭൂമിയിലേക്ക് വരുമ്പോൾ ആവശ്യമായ അറിവുകളെ പറ്റിയാണ് ആ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ എന്ന്. അറിവ് പൂർത്തിയായി, ഒരു കോഴ്സ് പൂർത്തിയായി. മലക്കുകളുടെ 2ാം സമ്മേളനം ആകാശലോകത്ത്. കോടിക്കണക്കിനാണ് മലക്കുകൾ. 1ാം ആകാശത്തിലുള്ള മലക്കുകൾ, 1ാം ആകാശത്തിന്റെ ഇരട്ടിയാണ് 2ാം ആകാശം. 1ാം ആകാശത്തിലുള്ള മലക്കുകളുടെ ഇരട്ടിയാണ് 2ാം ആകാശത്തിലുള്ളത്. 2ാം ആകാശത്തിന്റെ ഇരട്ടിയാണ് 3ാമത്തെ ആകാശം. ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മ ഇർജിഇൽ ബസർ കറത്തൈനി യൻകലിബു ഇലൈക്കൽ ബസറു ഖാസിയം വഹുവ ഹസീർ. സൂറത്തുൽ മുൽക്ക്. 3ാം ആകാശത്തിന്റെ ഇരട്ടിയാണ് 4ാം ആകാശം. അത്രയും ഇരട്ടിയാണ് മലക്കുകൾ. 4ാം ആകാശത്തിന്റെ ഇരട്ടിയാണ് 5ാം ആകാശം. അത്രയും ഇരട്ടിയാണ് അടുത്ത മലക്കുകൾ. അങ്ങനെ 7 ആകാശത്തിന്റെ മലക്കുകൾ, സകല മലക്കുകളെ ഈ യോഗത്തിൽ വെച്ചാണ് അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനം. കിടക്കുകയല്ലേ അള്ളാഹുവിന്റെ ഖൽക്ക്. എന്താ മനസ്സിലാക്കിയിരിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച്? അല്ലാഹു അക്ബർ. അക്ബർ എന്ന് പറയുമ്പോൾ വരണ്ടേ ഇതൊക്കെ മനസ്സിൽ. നമുക്ക് നമ്മളെ കച്ചവടവും പെട്ടിപ്പീടിയല്ലേ വരിക അല്ലാഹു അക്ബർ പറയുമ്പോ. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. സബ്സേ ബഡാ ഹേ. അപ്പൊ തന്നെ വരണ്ടേ ഇതൊക്കെ മനസ്സിലേക്ക് അല്ലേ? എന്നല്ലേ നിസ്കാരാവുള്ളൂ. അല്ലെങ്കിൽ നിസ്കാരം എന്താവും? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കും പോലെ നിസ്കരിക്കുമ്പോൾ എന്താവും? നിസ്കാരാവും. അല്ലാത്തൊരു വരുമ്പോൾ നിസ്കരിച്ചാലോ അവർക്ക് വേണ്ടിയുള്ള നിസ്കാരാവും, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള നിസ്കാരാവില്ല. നീ എന്താ ഇങ്ങനെ കൈകെട്ടുന്നത്? അത് ഇമാം അബൂനിഫ പറഞ്ഞിട്ട്. ഇമാം അബൂനിഫ അല്ലല്ലോ നിന്നോട് പറയേണ്ടത് റസൂലുള്ളാഹി അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തത് നീ എന്താ ഇങ്ങനെ കെട്ടുന്നത്? അതെന്റെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് കെട്ടിയത്. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്റെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് നോക്കാൻ പഠിപ്പിച്ചത്. നീ എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇരിക്കാൻ പഠിപ്പിച്ചത്? തീർന്നല്ലോ, പ്രശ്നം തീർന്നല്ലോ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. വളരെ സിമ്പിൾ ആണല്ലോ വിഷയം. നമ്മൾ എന്തിനാ ഇത്ര ബഹളാക്കിയിട്ട് ആകെ ഗുണമാക്കിയിട്ട് എന്തോ പ്രേതലോകത്തിന്റെ കഥ പറയും പോലെ ആക്കി കഴിഞ്ഞ എന്താ ദീനുൽ ഇസ്ലാമിനെ? നേർക്ക് നേരെയാണല്ലോ. മഖാലല്ലാഹ് വമഖാല റസൂലുള്ളാഹ് വആസാറു സഹാബ. അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് റസൂൽ പറഞ്ഞു, സഹാബാക്കൾ ജീവിച്ച് കാണിച്ചു തന്നു. തീർന്നു, ക്ലോസ്. അതിനപ്പുറം കിടക്കണ്ട. തീർന്നു അവിടുത്തെ ക്ലോസ്. അതിനപ്പുറം കിടന്നാൽ അക്ലാനിയത്തിലേക്ക് കിടക്കും, അപകടം പിടിക്കും. പിന്നെ വരുന്നെല്ലാം ശൈത്താനിയത്താണ്. അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്ന അബുദായി. അബുദിന് സ്വർഗത്തിലേക്ക് പോവാ, അടിമക്ക് സ്വർഗത്തിലേക്ക് പോവാ. അടിമ എന്നുള്ള വാക്കിന് എന്താ അർത്ഥമുള്ളവിടെയാണ്? അല്ലാഹുമ്മ അന്ത റബ്ബി, നീ എന്റെ ഉടമയാണ്. ഓ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയുമാണ്. അടിമയായതുകൊണ്ട് തന്നെ എനിക്ക് അഭിപ്രായം ഒന്നുമില്ല. നീ എന്താ പറയുന്നത് അങ്ങനെ. നീ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞേക്കിരിക്കണമെന്ന് കുറെ കാലം പറഞ്ഞു, ഞാൻ തിരിച്ചു. ഇപ്പൊ നീ പറഞ്ഞ കഅബത്തിലേക്ക് തിരിയണമെന്ന് ഞാൻ തിരിഞ്ഞു. എന്തിനാന്ന് പോലും ഞാൻ ചോദിക്കുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിം മോനെയും കൂട്ടിയിട്ട് സിറിയയിൽ പോയി താമസിക്കണം. ഓ എന്തിനെന്ന് ഇബ്രാഹിം ചോദിച്ചില്ല. അടിമ.
സിറിയയിൽ താമസിക്കാൻ ഇബ്രാഹിം മോനെയും ബിഡറിയും കൂട്ടിയിട്ട് മക്കത്ത് പോയി താമസിക്കണം. എന്തിനും ഇബ്രാഹിം ചോദിച്ചില്ല, അടിമ. അവിടുന്ന് പറഞ്ഞു ഇവിടെ ആക്കിയിട്ട് നീ തിരിച്ചിട്ട് സിറിയയിലേക്ക് പോകണം. ഇവർക്ക് ആരാ ഉള്ളത്? ഇബ്രാഹിം നബി ചോദിച്ചില്ല. ഞാൻ ആരുടെ ആക്കേണ്ടത്? അതും ഇബ്രാഹിം നബി ചോദിച്ചില്ല. അവിടെ ആക്കിയിട്ടങ്ങ് പോയി. കുറെ നാളം കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബിക്ക് കൽപ്പന, മോനെ പോയിട്ട് അറുക്കണം. എന്തിനാ അറുക്കുന്നതെന്നോ അല്ലെങ്കിൽ അറുത്തിട്ട് ഞാൻ ആ മയ്യത്ത് എന്താ ചെയ്യേണ്ടെന്നോ എവിടെയാ കബറടക്കേണ്ടെന്നോ ഇതൊന്നും ഇബ്രാഹിം നബി ചോദിച്ചില്ല. അറുക്കണമെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി മക്കത്തേക്ക്. എടാ മോനെ ബാപ്പുവാ പോയിട്ട് പറഞ്ഞു, ഇനി അറാഫിൽ മനാമി അന്നി അത് ബഹക്ക്, നിന്നെ അറുക്കണമെന്ന് എന്റെ അള്ള പറഞ്ഞിരിക്കുക, നിന്റെ അഭിപ്രായം പറഞ്ഞോള്. അവൻ ഉപ്പാക്ക് പറ്റിയ മോൻ ബാപ്പാനോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാപ്പ ചെയ്തോളി, ഞാൻ എന്റെ കഴുത്ത് കാണിച്ചു തരാം. അറുക്കാൻ തുടങ്ങി. അറുത്തോണ്ടിരിക്കുമ്പോ അള്ളാഹു തആല പറഞ്ഞു, ഇബ്രാഹിം ഇനി അറുക്കണ്ട. എന്നാ അറുക്കുന്നില്ല? അബ്ദ് അതിന് അബദാൻ കഴിയോ? സ്വർഗത്തിലേക്ക് പോവാം. ഇല്ലേ? വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. വൈക്കടിങ്ങും കുടുങ്ങേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. അബുദായിക്കോളിൻ സഹോദരിമാരെ, അബുദായിക്കോളിൻ, അമ്മത്തായിക്കോളിൻ. അബുദ് അടിമ. എന്തു പറഞ്ഞോ അത് ഞാൻ ഏറ്റുപടച്ചവനെ ഞാൻ ഏറ്റു. എന്റെ ക്ഷീണം, എന്റെ ബുദ്ധി, എന്റെ ചിന്ത, എന്റെ അറിവ്, എന്റെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ കച്ചവടം, ഇതൊന്നും എനിക്ക് തടസ്സമല്ല നിന്റെ കൽപ്പന പൂർത്തിയാക്കാൻ. ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ മറ്റൊന്നിന്റെ അടിമയല്ല. അള്ളാഹുവേ, ഞാൻ ഒന്നിന്റെ അടിമയല്ല പഠിച്ചവനെ, നിന്റെ അടിമയാണ്. നീ പറഞ്ഞാ പിന്നെ അതിന്റെ അപ്പുറം വേറെ ആരും എനിക്ക് പറയാനില്ല. വേറെ ആരും എന്നെ തടസ്സപ്പെടുത്താനുമില്ല, തടസ്സപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. ഞാൻ നിന്റെ അടിമയാണ്. പിന്നെ ഞാൻ വേറെ ആര് പറഞ്ഞത് കേൾക്കാനാണ്? അള്ളാഹുവേ, അല്ലാഹു അൻതൽ മലിക്, നീ എന്റെ രാജാവാണ്. അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനക്, നിന്നെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ തള്ളുന്നു. അതാണ് സുബ്ഹാനല്ലാഹിന്റെ അർത്ഥം. എന്താണ് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ? തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താ? തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയല് നല്ല പഠിച്ചിരിക്കണേ. അപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? തസ്ബീഹ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? തസ്ബീഹ്. പിന്നെ അങ്ങനെ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞോണ്ടിരിക്കുന്നത്. തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ, തഹ്ലീൽ. ഒന്നാമത്തെ തസ്ബീഹാണ്. തസ്ബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് ആരെല്ലാം എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ആരെല്ലാം കളവുകൾ പറഞ്ഞിട്ടുണ്ടോ. ചിലര് പറഞ്ഞു 3 ദൈവത്തിൽ 1 ദൈവമാണെന്ന്, ചിലര് പറഞ്ഞു 2 ദൈവത്തിൽ 1 ദൈവമാണെന്ന്, ചിലര് പറഞ്ഞു അള്ളാഹ്ക്ക് ഭാര്യയുണ്ടെന്ന്, ചിലര് പറഞ്ഞു അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന്, ചിലര് പറഞ്ഞു മലക്കൾ അള്ളാന്റെ പെമ്മക്കളാണെന്ന്, ചിലര് പറഞ്ഞു അള്ളാഹ്ക്ക് ശുപാർശകരുണ്ടെന്ന്, ചിലര് പറഞ്ഞു അള്ളാഹ്ക്ക് ഇടയ്ക്ക് നിർത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്ന്. ഇതെല്ലാം അള്ളാഹുവിന്റെ പേരുള്ള കളവ് പറച്ചിലാണ്, ഇഫ്തിറാ. വമൻ അസ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. അള്ളാഹുവിന്റെ മേൽ കള്ളാരോപണം പറയുന്നവനേക്കാൾ ളാലിം ആരാ ഉള്ളത് എന്ന് ചോദിക്കുന്നു അല്ലാഹു തആല. പലതരത്തിലുള്ള ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ പറ്റി. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ പറ്റി. അള്ളാഹ് ജഡ്ജിനെ പോലെയാണെന്ന് പറഞ്ഞു ചില ആൾ.